ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ പെരട്ടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനായിട്ടൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട്. സബോള ഒരു 3 സബോള, പിന്നെ പച്ചമുളക് നീളത്തിൽ കീറിയത്, വേപ്പില, 2 തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ കൊത്തിയത്, മുളക് ചില്ലി മുളക്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് പെരുംജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി പൊടിച്ച് ചേർക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പോകാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിൻ്റെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴന്ന് വരട്ടെ. സബോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മൂത്ത് വരട്ടെ. പെരുംജീരകം പൊടിച്ചതും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം ഏൽപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി കൂട്ടി യോജിപ്പിക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കണം, എന്നാലാണ് ചിക്കൻ പെരട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുരുമുളക് പൊടി ലാസ്റ്റാണ് ഇത്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വേകാൻ ആവശ്യത്തിന്. ബാക്കി വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നോളൂ. ഇനി ഇത് നമുക്ക് മൂടിയിടാം. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എല്ലാം കൂടി ഇതിലൊന്ന് സെറ്റാവും. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നും കൂടി മൂടിയിടാം. ഇനി ഒരല്പം കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടു. അങ്ങനെ നമ്മുടെ പെരട്ട് തയ്യാറായിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫോളോ ചെയ്യുക. താങ്ക് യു.